ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരന്മാരെ, ഈശോയ്ക്ക് ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുകുട്ടികളെ, ഉയർപ്പുകാലത്തിലെ 6-ാം ഞായറാഴ്ചയായ ഇന്ന് നാം വായിച്ച സുവിശേഷ ഭാഗത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഈശോ അന്ന് യഹൂദരോട് പറയാൻ ആഗ്രഹിച്ചത്, ഇന്ന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ ഏതാനും ആശയങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നാമതായി, ഈശോ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ വ്യക്തിത്വം വ്യക്തമാക്കുകയാണ്. രണ്ടാമതായി, താനും പിതാവും ഒന്നാണെന്ന് ഈശോ പ്രഖ്യാപിക്കുന്നു. മൂന്നാമതായി, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറയുന്നു. നാലാമതായി, താൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ പ്രവൃത്തികളാണെന്നും പിതാവിൻ്റെ ഇഷ്ടമാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും ഈശോ പറയുന്നു. ഇതിൽ 1ഉം 2ഉം സുവിശേഷത്തിൻ്റെ ദൈവിക മാനവും, മൂന്നാമത്തേത് ആത്മീയ മാനവും, നാലാമത്തേത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രായോഗിക മാനവുമാണ്. ഇത് 4ഉം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകുമ്പോഴാണ് നമുക്ക് ധാരാളം ഫലം പുറപ്പെടുവിക്കുവാനായി കഴിയുക. യഹൂദർക്ക് ഈശോയുടെ ദൈവത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈശോയുടെ ശിഷ്യന്മാർ ഒരു വിപ്ലവകാരിയായ നേതാവായിട്ടാണ് ഈശോയെ ആദ്യം കണ്ടത്. ഉത്ഥാനത്തിന് ശേഷമാണ് ഈശോയുടെ ശിഷ്യന്മാർ ഈശോയെ കർത്താവും ദൈവവും രക്ഷകനുമായി മനസ്സിലാക്കുവാനും അനുഭവിക്കാനും ആരംഭിച്ചത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ആദ്യമായി നമ്മളോട് പറയുന്നത് ഈശോയെ കർത്താവായി, ദൈവമായി, മിശിഹായായി ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഏറ്റുപറയാൻ നമുക്കാകണമെന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആത്മീയ മാനമാണ് ഈശോയിൽ വിശ്വസിക്കുക എന്നത്. ഈശോയിലുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ ഈശോ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈശോയിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും, സൗഖ്യം പ്രാപിക്കും, ശക്തിയുള്ളവരാകും, സമൃദ്ധിയുണ്ടാകും, സമാധാനമുണ്ടാകും, ജീവനുണ്ടാകും. കഴിഞ്ഞ 2000 വർഷങ്ങളായി തിരുസഭ കളങ്കമില്ലാതെ, താളപ്പിഴകളില്ലാതെ ചക്രവർത്തിമാരും രാഷ്ട്രീയക്കാരും നിരീശ്വരവാദികളും മാധ്യമങ്ങളും നോക്കിയിട്ട് തകരാതെ ഇന്നും എന്നും തലയെടുപ്പോടെ നിൽക്കുന്നതിൻ്റെ കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഈ സഭയിൽ ഉള്ളതുകൊണ്ടാണ്. ജീവിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ടാണ് നാം ഇന്ന് ഇങ്ങനെ ജീവിക്കുന്നത്. മരിച്ചുപോയ ഒരാളുടെ ഓർമ്മയാചരണം നടത്തി ജീവിക്കുന്നവരല്ല നമ്മൾ. നമ്മൾ ആരെ വിശ്വസിക്കുന്നുവോ അവൻ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. യഹൂദന്മാരെ പേടിച്ച് കതകടച്ച് മുറിക്കകത്ത് ഒളിച്ചിരുന്ന ശിഷ്യന്മാർ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം അവർ തെരുവീഥികളിലേക്ക് ഇറങ്ങി ഉറക്കെ പ്രസംഗിച്ചു: യഹൂദരെ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു അവൻ മിശിഹായാണ്, ദൈവമാണെന്ന്. ആദിമ നൂറ്റാണ്ടുകളിൽ യേശുവിന് വേണ്ടി പീഡനങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങിയ ആയിരക്കണക്കിന് ആളുകളെ നാം തിരുസഭയുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. റോമിൽ തലകീഴായി ക്രൂശിക്കപ്പെട്ട പത്രോസ്, കുരിശിലേറ്റപ്പെട്ട യൂദാസും ഫിലിപ്പോസും, ഒരു ഗുണനചിഹ്നത്തിൻ്റെ എക്സ് ആകൃതിയിൽ ക്രൂശിക്കപ്പെട്ട അന്ത്രയോസ്, ഒരു കുതിരയുടെ പുറകിൽ കൈകാലുകൾ കെട്ടി റോഡിലൂടെ വലിച്ചിഴച്ച് കൊല്ലപ്പെട്ട ബർത്തലോമിയോ, ഒരു കെട്ടുകഥയുടെ പേരിൽ, ഒരു കടങ്കഥയുടെ പേരിൽ, ഒരു ഇല്ലാക്കഥയുടെ പേരിൽ തെരുവീഥികളിൽ വലിച്ചിഴക്കപ്പെടാൻ ആരെങ്കിലും തയ്യാറാകുമോ? തീർന്നില്ല. തൊലിയുരിഞ്ഞ് കൊല്ലപ്പെട്ടവർ, വേട്ടപ്പട്ടികൾക്കും സിംഹങ്ങൾക്കും ജീവനോടെ ആഹാരമായി തീർന്നവർ, പട്ടിണിക്കിട്ട് കൊല്ലപ്പെട്ടവർ, വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പുഴുങ്ങിക്കൊല്ലപ്പെട്ടവർ, മാവ് പൊടിക്കുന്ന മില്ലിലിട്ട് പൊടിച്ചെടുത്ത ക്രിസ്ത്യാനികൾ, റോമിലെ തെരുവീഥികളിൽ വഴിവിളക്കായി ജീവനോടെ കത്തിത്തീർന്നവർ. അപ്പോഴും അവർ ധൈര്യത്തോടെ നിന്നത് ഒരു കെട്ടുകഥയിൽ വിശ്വസിച്ചതുകൊണ്ടല്ല, ജീവിക്കുന്നൊരു ദൈവം അവർക്ക് മുമ്പേ നടന്നിട്ട് സഹിക്കാൻ ശക്തി കൊടുത്തതുകൊണ്ടാണ്. യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നും യേശുവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരിക്കുന്ന
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രായോഗിക മാനമാണ് നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയുടെ പ്രവൃത്തികൾ പ്രകാശിപ്പിക്കുക എന്നത്. നാം കൊറോണയൊക്കെ തീരാറാകുന്ന ഈ സാഹചര്യത്തിൽ വളരെയേറെ ദുഃഖപൂരിതമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം കൊറോണയേക്കാൾ വലിയൊരു വൈറസാണ് നമ്മുടെയൊക്കെ സമൂഹത്തിലും നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിലും ഇന്ന് ബാധിച്ചിരിക്കുന്നത്. കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, കുട്ടികൾക്ക് വേദപാഠ ക്ലാസുകൾ നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അതൊരനുഗ്രഹമായി കരുതിയ മാതാപിതാക്കൾ, മക്കളെ ദൈവിക ചൈതന്യത്തിലും കത്തോലിക്ക വിശ്വാസത്തിലും വളർത്താൻ മടിച്ചവർ, ഇപ്പോഴും ഓൺലൈൻ കുർബാനകളും പ്രസംഗങ്ങളുമൊക്കെ കണ്ട് സംതൃപ്തി അണയുന്നവർ. ഇന്ന് ക്രൈസ്തവ സമൂഹം തകരുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ കുടുംബങ്ങൾ, സമൂഹങ്ങൾ, വ്യക്തികളൊക്കെ ഈശോയെ പ്രകാശിപ്പിക്കാത്തത് കൊണ്ടാണ്. ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ് നമ്മുടെ ക്രൈസ്തവ വ്യക്തി, കുടുംബ, ഇടവക ജീവിതങ്ങളെന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഈ ഒരു അവസ്ഥ കടന്ന് അതിജീവിക്കുവാനായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ എല്ലാം കുട്ടികളെയും ഞങ്ങളെ തന്നെയും അങ്ങയിലുള്ള വിശ്വാസത്തിൽ, ദൃഢമായ വിശ്വാസത്തിൽ വളർന്നു വരുവാനായി അനുഗ്രഹിക്കണമെന്ന്.